കിട്ടാതെ മരിച്ചു വീഴുന്ന മനുഷ്യജന്മങ്ങൾ, സർവവും നഷ്ടമായ ജനതയുടെ പലായനം. പരമദയനീയമാണ് ഗാസയിലെ കാഴ്ച. ഒരു നേരത്തെ ഭക്ഷണത്തിനായി തിക്കിത്തിരക്കുന്ന ജനം, ഒന്നും കിട്ടാതെ വെറും പാത്രവുമായി മടങ്ങേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, ചെറുതെങ്കിലും ഒരു പരിഗണനയ്ക്കായി ഗർഭിണിയെന്ന് കള്ളം പറയേണ്ടി വരുന്ന സ്ത്രീകൾ. പട്ടിണി മൂലം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ജീവൻ നഷ്ടമായത് 11 പേർക്ക്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ പോഷകാഹാരക്കുറവ് മൂലം ജീവനില്ലാതായത് 212 മനുഷ്യർക്ക്. ഇതിൽ 98 പേരും കുഞ്ഞുങ്ങളാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർസാക്ഷ്യമാണ് ഗാസയിൽ. ഗാസ പൂർണ്ണമായും തങ്ങളുടെ സൈനിക അധികാരത്തിന് കീഴിലാക്കാൻ ഇസ്രായേൽ നൽകിയിരിക്കുന്ന അവസാന ദിനം ഒക്ടോബർ 7 യുദ്ധം തുടങ്ങി 2 ആണ്ട് തികയും ദിനം. ഗാസ പിടിച്ചടക്കാനുള്ള ഇസ്രായേലിന്റെ ഒടുവിലത്തെ നീക്കം എല്ലാ സീമകളും ലംഘിക്കുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭയും ലോകരാഷ്ട്രങ്ങളും അപലപിച്ചു. വിശപ്പിന്റെ വിലാപത്തിൽ നിസ്സഹായതയോടെ ലോകത്തെയാകെ നോക്കുന്ന കുഞ്ഞുകണ്ണുകൾ യുദ്ധത്തിന് പിന്തുണ നൽകുന്നവരൊക്കെയുമുള്ള ചോദ്യമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.